സാധാരണയായിട്ട് നമ്മളെപ്പോഴും ഇടാറുള്ളത് കുഞ്ഞു കുഞ്ഞു ചെറിയ വീഡിയോസും ചെറിയ ഷോർട്സും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത മാങ്ങയുണ്ട്, നമ്മുടെ മാവിലെ തന്നെ മാങ്ങയാണ്. പിന്നെ പഞ്ചസാര, മൈദ, പിന്നെ 1 ലിറ്റർ പാലും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കാനായിട്ട് ഇത്രയും ചെറിയൊരു ചരുവ മതി. ഇനി ആവശ്യത്തിനുള്ള പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ പാലെടുത്തത്. 3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാല് ഒന്ന് ചൂടാവണം. പാല് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് പഞ്ചസാര കുറച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് അപ്പോൾ പാല് തിളയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ്. പാല് പെട്ടെന്ന് തിളയ്ക്കും. ഫ്രിഡ്ജ് വെച്ച പാലൊക്കെ ആകുമ്പം തണുപ്പല്ലേ, അപ്പം തിളയ്ക്കാൻ താമസമായിരിക്കും. അതുകൊണ്ട് 2 or 3 നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനാണെങ്കിലും ചായ ഇടുമ്പോഴാണെങ്കിലും പഞ്ചസാര ഇതുപോലെ ആഡ് ചെയ്യാറുണ്ട്. അപ്പം പെട്ടെന്ന് പാല് തിളയ്ക്കും. അപ്പോൾ പാല് ചൂടായി വരണം, അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. പാലവിടെ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മൾ മൈദ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, 1 കപ്പ് മൈദ. അപ്പം മൈദ ആണെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയായിരിക്കും. ഇനി നമുക്ക് ഈ മൈദ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം. അപ്പം അതിനാവശ്യമായ വെള്ളം കുറച്ച് ചേർക്കാവേ. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച്. നമ്മൾ ആ മൈദ കട്ട പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പാല് ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. പാല് നന്നായിട്ട് തിള വരുന്നുണ്ട്. പാലപ്പോൾ ഒന്ന് സിമ്മിലേക്ക് ഇട്ടേക്കാം, ഗ്യാസ് കുറച്ചിട്ടേക്കാം. അപ്പോൾ പാലവിടെ കിടന്ന് വെന്തോളുവേ. നമ്മൾ മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് എല്ലാവരും വിപ്പിംഗ് ക്രീമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വിപ്പിംഗ് ക്രീം മേടിക്കാൻ പോകാനുള്ളൊരു അവസ്ഥയല്ല. അതുകൊണ്ട് പാലൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുറുകാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. അപ്പോൾ മൈദ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി മാങ്ങയാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയാണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹെൽപ്പിനായിട്ട് ഒരാൾ വന്നിരിപ്പുണ്ട്. അത് ഞങ്ങളുടെ നിവേദാണേ, എൻ്റെ നാത്തൂൻ്റെ മോൻ. അപ്പോൾ നമുക്ക് മാങ്ങ ബ്ലെൻഡ് ചെയ്യാനായിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടേക്കാം. മാങ്ങ മുഴുവനുമായിട്ട് എടുക്കണം കേട്ടോ. ജനസംഖ്യ ഇച്ചിരി കൂടുതലാണ് ഇവിടെ, അതുകൊണ്ട് മാങ്ങ ഫുള്ള്. ഇതിപ്പോൾ ഒരു 6-7 മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ചെറിയ മാങ്ങയാണ് ഞങ്ങളുടെ വീട്ടിലത്. അപ്പോൾ മാങ്ങയെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നു. മിക്സി ബ്ലെൻഡ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് പാലൊഴിക്കാമെന്ന് വെച്ച്, വെള്ളത്തിന് പകരം. അല്ലെങ്കിൽ മാങ്ങയൊന്ന് കുറുകിപ്പോത്തില്ലേ, മിക്സാവാൻ വേണ്ടി കുറച്ച് പാലൊഴിക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാങ്ങയ്ക്ക് ചെറിയ പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ അടിച്ചത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. സാധാരണ ഞാൻ മിക്സിയിൽ എന്തെങ്കിലും അടിക്കുമ്പോൾ അരയാതെ കിടക്കാറാണ് പതിവ്. പക്ഷെ ഇന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് മാങ്ങ. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സില്ലേ, ആ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഒഴിക്കാവേ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കണമേ, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കുറുകുവേ. അപ്പോൾ തന്നെ ഇളക്കാതിരുന്നപ്പം ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിച്ചു, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കണം കേട്ടോ. കുറച്ച് നേരം ഇളക്കണം. ഒരു 2-3 മിനിറ്റ് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ ആ ഒരു മൈദയുടെ മിക്സ് നന്നായിട്ട് പാലുമായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം മൈദയുടെ മിക്സും പാലും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ആ മാംഗോയുടെ ആ ഒരു മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മിക്സ് നമുക്കിനി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാവേ. ഗ്യാസ് ഓഫ് ചെയ്യാവേ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഈ മിക്സ് ഒന്ന് തണുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മൈദയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങ ഇല്ലേ, അതിനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഫുള്ളായിട്ടങ്ങ് ഒഴിക്കാവേ. അപ്പോൾ മാംഗോയുടെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കണമേ. അപ്പോൾ നേരത്തെ നമ്മുടെ നിവേദം ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു മധുരം ഉണ്ടോ എന്നറിയാം. അപ്പം മധുരം അല്പം കുറവായിരുന്നേ. കുറച്ച് മധുരം കൂടെ നമുക്കിതിലൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ഫ്രീസ് ചെയ്യാനൊക്കെ വെക്കാം. കുറച്ച് മധുരം നമുക്ക് ഇതിലേക്ക് ഇടാവേ. പഞ്ചസാര ഇതിൽ ഇടുന്നതിൻ്റെ സമയത്ത് എൻ്റെ ആ സ്പൂണൊന്ന് ഈ മിക്സിലേക്ക് വീണായിരുന്നു, അത് മാറ്റി. അപ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് അടിക്ക് തങ്ങാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണമേ. അല്ലെങ്കിൽ ചിലപ്പം നാളെ ഐസ്ക്രീമായി സെറ്റായി വരുമ്പോൾ ചിലപ്പോൾ അടി പഞ്ചസാര കാണും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമേ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സാധാരണ ഷോർട്സൊക്കെയാണ് നിങ്ങൾ കാണാറുള്ളതല്ലേ. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. പിന്നെ ഇനി തുടർച്ചയായിട്ട് ഇങ്ങനെ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ അവനിപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കയറിയപ്പോൾ തൊട്ട് തന്നെ കരച്ചിലൊക്കെ തുടങ്ങി. പിന്നെ പിള്ളേരപ്പുറത്ത് ചെറിയ വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുത്ത് അടങ്ങിയിരിക്കുവാണ്. അത് ഇച്ചിരി പ്രശ്നമാണ്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് വെക്കണം. അതിന് ശേഷമേ ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ മൈദയുടെ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇതിൽ കാണും. അപ്പോൾ ആ കട്ടകൾ വരാതിരിക്കാനായിട്ട് ആണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഫ്രീസ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചത്. ഐസ്ക്രീം ആയതുകൊണ്ട് നന്നായിട്ട് മധുരം വേണം. അതുകൊണ്ട് കുറച്ചുകൂടെ പഞ്ചസാര നമുക്കിതിലോട്ട് ചേർക്കാവേ. ചെറിയ പുളിയുണ്ട്. നമ്മുടെ ഇത് പുളിച്ച് മാങ്ങയാണ്. അപ്പം എത്ര പഴുത്താലും ചെറിയൊരു പുളി കാണും. അതുകൊണ്ട് പഞ്ചസാര നമുക്ക് കുറച്ചുകൂടെ അതിലോട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മധുരം നോക്കിയപ്പോൾ ചെറിയ പുളി എടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. പുളി ഇങ്ങനെ നന്നായിട്ട് അറിയാൻ പറ്റും. പഞ്ചസാര മൊത്തം നമുക്കിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ക്യാമറ പിടിച്ചു തരാൻ ആരുമില്ല. അവൻ കരഞ്ഞതുകൊണ്ട് അവനെയും അവിടെ ഇരുത്തി, നിവേദിനെയും കൂടെ ഇരുത്തിയിട്ടുണ്ട്. നിവേദിന് വലിയ കാര്യം, അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അടങ്ങിയിരുന്നോളൂ. അതുകൊണ്ട് നിവേദിനെ നമ്മളവിടെ ഇരുത്തി. അതുകൊണ്ട് ക്യാമറയും ഇപ്പോൾ ഇളക്കുന്ന ജോലിയും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. കുറേശ്ശെ അടിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ എല്ലാം തെറിച്ച് വീഴും. അതുകൊണ്ട് കുറച്ച് നമ്മൾ ആദ്യം ഒഴിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ എടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ചെറുതല്ല, അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ഡിഷ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ച് വയ്ക്കാം.